അപ്പോൾ മുന്നോട്ടുള്ള സാഹചര്യത്തിൽ KCV കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു 5 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതിനകത്ത് നമ്മൾ 15 കിലോവാട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജനറേറ്ററും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജനറേറ്ററിൽ നിന്ന് പവർ എടുത്തിട്ട് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലോഡും കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 3 കിലോവാട്ടിൻ്റെ ഒരു ജെൻസെറ്റാണ്. ഓൺഡാണ് ജെൻസെറ്റാണ്. ഇത് മാനുവലി ഇപ്പോൾ തൽക്കാലം ഓൺ ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കത് ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ വീട് മൊത്തം കംപ്ലീറ്റ് ഓഫ് ഗ്രിഡിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള AC ആണെങ്കിൽ പോലും നമുക്ക് കംപ്ലീറ്റ്ലി ഹൈബ്രിഡ് സിസ്റ്റത്തിന് റൺ ചെയ്യിക്കാൻ പറ്റും. ഇവൻ കറണ്ട് ഇല്ലാത്ത സമയത്തും നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. നിലവിൽ ആ AC എല്ലാം ഗ്രിഡും സോളാറും ഇല്ലാത്ത സമയത്ത് ബാറ്ററിയിൽ നിന്ന് മാത്രം റൺ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാറ്ററിയുടെ ഡിസ്ചാർജിങ് കാണുന്നത് 100 ആംസ് വലിക്കുന്നുണ്ട് ഒരു ബാറ്ററിയിൽ നിന്ന്, മറ്റേ ബാറ്ററിയിൽ നിന്ന് 94 ആംസ് വലിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഡാണത്. %61 ആണ്. നിലവിൽ ബാറ്ററിയിൽ നിന്ന് മാത്രമാണ് ലോഡ് എടുക്കുന്നത്. സോളാർ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഹലോ എവരിവൺ, ഞാൻ സൂരജാണ്. എൻ്റെ പുറകെ കാണുന്നത് സ്റ്റൂഡർ എന്ന് പറഞ്ഞൊരു ഇൻവെർട്ടറിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റമാണ്. നമ്മൾ 30 കിലോവാട്ട് അവറിൻ്റെ ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാറ്ററിക്ക് ചെറിയൊരു അപ്ഡേഷൻ വരുത്താൻ വേണ്ടി ഞങ്ങൾ വന്നതാണിപ്പോൾ. ഇത് സ്പൈഡർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററി ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ആക്റ്റീവ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പം ഓരോ ഹൈബ്രിഡ് ഇൻസ്റ്റലേഷനും ഓരോ ലേണിംഗ് ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ ഇൻസ്റ്റലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈവൻ ലിഥിയം ബാറ്ററിയുടെ കാര്യങ്ങളാണെങ്കിലും ഈ സിസ്റ്റം എങ്ങനെ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറേ അധികം കാര്യങ്ങൾ ഈ സമയം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് മാത്രമല്ല, ഏതൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺസോ കാര്യങ്ങളോ വന്നാൽ എത്ര ഫാസ്റ്റായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നതും ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ ഇത്ര നാളത്തുള്ളൊരു എക്സ്പീരിയൻസ്, പല ടൈപ്പിലുള്ള സിസ്റ്റം ചെയ്തതും ഓപ്പറേറ്റ് ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. എന്തായാലും ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിലും ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് എടുക്കണമെങ്കിൽ 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ 4 കണ്ടീഷനുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 3 കണ്ടീഷനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്വിയസ്ലി KCB കറണ്ട് വേണം. പിന്നെ ഇൻവേർട്ടറിനകത്ത് നമ്മൾ ഒരു വോൾട്ടേജ് റേഞ്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ലോവർ വോൾട്ടേജ് ഉണ്ട് 192, ഹയർ വോൾട്ടേജ് ഉണ്ട് 264. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്രീക്വൻസി ആണെങ്കിലും 47.5 താഴെ 51.5 മുകളിലുമാണ്. അപ്പം ഈ പറഞ്ഞ വോൾട്ടേജ് റേഞ്ചിൽ വരണം, ഫ്രീക്വൻസി റേഞ്ച് വരണം. അതുപോലെ തന്നെ നമുക്ക് 3 ഫേസ്, അതായത് 3 ഫേസിൽ RYB എന്ന് പറഞ്ഞ സംഭവം പ്രോപ്പറായിട്ടുള്ള RYB എന്ന സീക്വൻസ് തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 4 കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ ഗ്രിഡിനെ ഒരു സോഴ്സ് ആക്കിയിട്ട് ഒരു ഗ്രിഡ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ. അത് ഓൺ ഗ്രിഡ് ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും. ഇനി വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറിന്റെ ഓൺ ഗ്രിഡ് പാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് റെഫറൻസ് വരുന്ന വോൾട്ടേജിനേക്കാൾ കുറച്ചുകൂടെ എങ്കിലും വോൾട്ടേജ് കൂട്ടി ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വൈദ്യുതി വെളിയിലോട്ട് പോവുള്ളൂ. അതായത് നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഒരു ഫ്ലോ നടക്കുള്ളൂ. ശരിയല്ലേ? അപ്പം ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിലും ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിലും ഇതുപോലെ നമ്മൾ ഗ്രിഡ് ഇൻട്രാക്റ്റീവ് ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഗ്രിഡിലെ വോൾട്ടേജിനൊക്കെ കുറച്ച് ഹയർ ആയിട്ടുള്ള വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വെളിയിലോട്ട് പോകുള്ളൂ. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഗ്രിഡ് ഇൻട്രാക്റ്റീവ് സിസ്റ്റത്തിന് ഒരു സത്യം പറഞ്ഞ ഒരു റേഷ്യോ ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രിഡ് അൺബാലൻസ് ആവും. ഫോർ എക്സാമ്പിൾ പറയാം, നമുക്ക് ഒരു വീടിനടുത്ത് ഒരു 10 ഇൻവെർട്ടറുകൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. എല്ലാ ഇൻവെർട്ടറുകളും എന്ത് ചെയ്യും? ടെൻഡൻസി ഇപ്പോൾ ലോഡ് വീട്ടിൽ കുറവാണെങ്കിൽ മിച്ചമുള്ളത്
എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ടെൻഡൻസി. ആ ടെൻഡൻസിയിൽ എല്ലാ ഇൻവെർട്ടറുകളും ജനറേറ്റ് ചെയ്ത് പവർ വെളിയിലോട്ട് ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ ഈ പറഞ്ഞ പോകുന്ന സിറ്റുവേഷനിലും വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ വോൾട്ടേജ് കൂടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ റെഫറൻസ് വരുന്ന നമ്മൾ ഇതിനകത്ത് ഇൻവെർട്ടർ സെറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജിലേക്ക് ചിലപ്പോൾ അപ്പറായി പോവുകയും എന്ത് ചെയ്യും, ഇൻവെർട്ടർ വർക്ക് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ വരും. ഇതാണ് ഈ ഓൺ ഗ്രിഡ് ഇല്ലെങ്കിൽ ഗ്രിഡ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഒരു ഫോൾട്ടി ആയിട്ടുള്ള സൈഡ്. അത് വേറെ നമുക്ക് ഇപ്പൊ സാധാരണ ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് വേറെ മെയിൻ്റെനൻസോ കാര്യങ്ങളോ പറ്റില്ല. പക്ഷെ നമ്പർ ഓഫ് സിസ്റ്റംസ് കൂടുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും, അതായത് നമുക്ക് 4 കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് ഒരു ഇൻവെർട്ടർ എടുത്ത് വർക്ക് ചെയ്യാം. ആ 4 കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക്, അതായത് മിച്ചുള്ളത് എക്സ്പോർട്ട് ആയി പോകത്തില്ലെന്നുള്ളൂ, പക്ഷെ നമുക്ക് വീട്ടിലെ ലോഡുകളൊക്കെ മീറ്റ് ചെയ്യും. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ഇതൊരു 24 കിലോ വാട്ടിന്റെ സിസ്റ്റം ആണ്, 30 കിലോ വാട്ടിന്റെ ബാറ്ററിയാണ്. അപ്പൊ ഇതില് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം ഇതുവരെ ഇപ്പൊ ബാറ്ററിന്ന് മാത്രമാണ് ഞങ്ങൾ ലോഡ് കൊടുത്തുകൊണ്ട് റൺ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 കിലോ വാട്ട് കണ്ടില്ലേ, ലോഡ് കണ്ടില്ലേ. അപ്പോൾ അത് ഇപ്പം 4 കിലോ വാട്ട് മുകളിലുണ്ട്, ഇപ്പം 1 കിലോ വാട്ട് ഉണ്ട്, പിന്നെ 2 കിലോ വാട്ട് ഉണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ബാറ്ററി നോക്കി കഴിഞ്ഞാൽ 31% ആണ് SOC. ബാക്കി 159 ആംസിലാണ് ഇത് പവർ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ല ലോഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി സോളാറും ഇല്ല, ഗ്രിഡും ഇല്ലാത്ത സിറ്റുവേഷനിൽ ബാറ്ററിന് മാത്രം റണ്ണാവുന്ന സിറ്റുവേഷനാണ്. ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ഗ്രിഡിനെ സോഴ്സ് ആയിട്ട് കൊടുക്കാം, സോളാർ സോഴ്സ് ആയിട്ട് കൊടുക്കാം, ബാറ്ററി ഒരു സോഴ്സ് ആയിട്ട് കൊടുക്കാം. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സാണ്. അതുപോലെ ഒരു ജനറേറ്ററിനെ നമുക്ക് സിങ്ക് ചെയ്യാം. ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ സിങ്ക് ചെയ്തിട്ട് ഒരു അൺഇൻറ്റർപ്റ്റഡ് ആയിട്ടുള്ള പവർ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പം ഇതിനു മുമ്പ് നമ്മൾ വന്നുകൊണ്ടിരുന്ന സാഹചര്യങ്ങൾ, നമ്മൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് വേറെ അതർ സോഴ്സുകളൊന്നും ഇല്ലാത്ത സമയത്ത് മാത്രമേ നമ്മൾ ബാറ്ററിയുടെ സപ്പോർട്ട് എടുക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ഡേ ടൈമിൽ രാവിലെ നമുക്ക് സോളാർ പവർ ഉണ്ട്, പിന്നെ വീട്ടിൽ ലോഡുണ്ട്, പിന്നെ ഗ്രിഡ് KCB ലൈൻ കണക്ഷനും ഉണ്ട്. അങ്ങനെ ആ സിറ്റുവേഷനിൽ നമ്മൾ ബാറ്ററി നമ്മൾ 100% നിറച്ച് നിർത്തിയിട്ട് മിച്ചമുള്ളത് എക്സ്പോർട്ട് ആക്കി കൊടുക്കും. വൈകിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ഗ്രിഡിന് എടുത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ബാറ്ററി എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഡേ ടൈമിൽ കറണ്ട് പോയി, ആ കറണ്ട് പോയി സമയത്തേക്ക് സോളാറും നല്ല പവർ ഉണ്ടെങ്കിൽ സോളാറും തന്നെ പവർ എടുത്ത് ലോഡ് വർക്ക് ചെയ്യും. ഇനി സോളാറിന്റെ പവർ നമുക്ക് അത്ര പോരെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ഈ ബാറ്ററിയിൽ നിന്നും കൂടെ എടുത്ത് സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യും. ഇനി വൈകിട്ടത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് വെച്ചാൽ, ഗ്രിഡ് പോയി കഴിഞ്ഞാലാണ് കംപ്ലീറ്റ്ലി നമുക്ക് ബാറ്ററിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ആ സിറ്റുവേഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ബാറ്ററിന്ന് എത്ര സ്റ്റോറേജ് ഉണ്ടോ അത്രയും സ്റ്റോറേജ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉപയോഗം കഴിയും. അങ്ങനെയാണ് അത് നമുക്ക് നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 5 കിലോ വാട്ട് ഉണ്ടെങ്കിൽ 5 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ജാനുവരി കഴിഞ്ഞപ്പോൾ, ഈ 2025 ജാനുവരി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് TOD രീതിയിൽ സോളാർ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും എല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സോളാറിന്റെ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ പറഞ്ഞാൽ TOD ടൈപ്പിലെ ബില്ലിങ്ങിന്റെ രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ 2025 ഒക്ടോബറോടെ പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട്, നിയമങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഓരോരോ ചേഞ്ചസ് വരും. ആ ഓരോരോ ചേഞ്ചസിനാണ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള കോൺഫിഗറേഷനിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഇപ്പൊ നമുക്ക് ഈ വീട്ടിൽ 24 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറും 30 കിലോ വാട്ട് ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു 15 kV ജനറേറ്റർ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡേ ടൈമിൽ സോളാർ ഉണ്ട്, സോളാറിന്റെ പവർ മതിയാതെ വരുവാണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് എടുക്കും. ഇനി ബാറ്ററിയുടെ പവർ നമ്മൾ 1% താഴെ വരെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ജനറേറ്ററിന് കമാൻഡ് കൊടുത്തിട്ട് ജനറേറ്റർ ബാറ്ററിയും ചാർജ് ചെയ്യും, ലോഡും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇപ്പോൾ വൈകിട്ട് ആണെങ്കിൽ അതുപോലെ തന്നെ ബാറ്ററിയുടെ ഒരു നിശ്ചിത ശതമാനം, ഒരു 30% വരെ നമ്മൾ നിശ്ചയിക്കുകയാണ്. 30% കഴിഞ്ഞാൽ ജനറേറ്റർ ഓട്ടോമാറ്റിക് ഓൺ ആക്കണമെങ്കിൽ അങ്ങനെ ഓൺ ആക്കി ഇത് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ നമ്പേഴ്സ് കൂട്ടാം, ഇല്ലെങ്കിൽ ഒരു ജനറേറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ടൈപ്പിൽ നമുക്ക് ഒരു അൺഇൻറ്റർപ്റ്റഡ് ആയിട്ടുള്ള പവർ നമുക്ക് ഇത് ചെയ്യാം. ഈ ഒരു വീട്ടിൽ കുറേ അധികം എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ കുറെ ഫിഷ് ടാങ്കുകളുണ്ട്, പിന്നെ സെൻട്രലൈസ് AC ഒക്കെ ഉണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്നാണ്. പിന്നെ കസ്റ്റമർക്ക് ഒരു EV ഉണ്ട്, മറ്റേ MGയുടെ
ആസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഉണ്ട് 7 കിലോവാട്ട് ചാർജർ. കറണ്ട് ഇല്ലാത്ത സമയത്തും കസ്റ്റമർ എന്താണ് EVയും നമുക്ക് ഇവിടെ ഡയറക്റ്റ് സോളാറും തന്നെ എടുത്ത് റൺ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നാട്ടിലുള്ള എല്ലാ സിസ്റ്റങ്ങളും ഹൈബ്രിഡാക്കി മാറ്റണമെന്നാണ് ഞാൻ മാറ്റേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതൊരു കഥകൾ മാത്രമായിരുന്നു. കുറേ കസ്റ്റമേഴ്സിന് കുറേ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ നമ്മളൊരു ചെറിയ സിസ്റ്റം ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിലിങ്ങനെ കുറേ ഒബ്സർവേഷനും കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ മുകളിൽ വലിയ വലിയ സിസ്റ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം 100 കിലോവാട്ടിൻ്റെ സിസ്റ്റം ആണെങ്കിൽ പോലും ESS സിസ്റ്റം, അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു 100 കിലോവാട്ടിൻ്റെ സിസ്റ്റം ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാം. 100 കിലോവാട്ട് വിത്ത് 100 കിലോവാട്ട് ഇൻവെർട്ടർ, പിന്നെ 250 500 ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് അങ്ങനെ വലിയ വലിയ കപ്പാസിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി തീർച്ചയായിട്ടും ബാറ്ററി കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇനിഷ്യൽ കോസ്റ്റ് നമുക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നുമായിരിക്കും, പക്ഷേ അറ്റ് ദ നീഡ് ഓഫ് എൻ അവർ ദിസ് ഈസ് എ ലൈഫ് സേവിങ് ഡിവൈസ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിപ്പെൻഡൻസി നമുക്ക് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് EV കാറുകൾ വരുന്നുണ്ട്. ഇനിയിപ്പം 1-2 വർഷങ്ങൾ ഇനിയിപ്പോൾ റോബോട്ട്സുകൾ വന്നില്ല എന്നിരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പം ഓരോ ദിവസം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ പവറും കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ കണക്റ്റഡും ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കിപ്പോൾ ഒരു സാധാരണ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പെട്ടെന്ന് ROI എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോൾ നോക്കി കണക്കാക്കാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാവരും ഒരു ലക്ഷറി ഐറ്റം ആയിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷറി സംഭവമായിട്ടായിരിക്കും കൺസിഡർ ചെയ്തത്. പക്ഷേ ഇതൊരു ലക്ഷറി ആയിട്ട് സംഭവമല്ല. ഇൻ ദ നീഡ് ഓഫ് എൻ അവർ ദിസ് വിൽ സേവ് എ ലൈഫ്. എന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻ വരാം. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലെ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റും. കംപ്ലീറ്റ്ലി ഒരു അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം ഒരു അൺലിമിറ്റഡ് പവറിന് ഇതിന് തീർച്ചയായിട്ടും ഉപകരിക്കും. ഓക്കെ, എന്നാലും ഹൈബ്രിഡ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്നതായിരിക്കും. കുറേ അധികം സിസ്റ്റങ്ങൾ ഞങ്ങൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, കുറേ സിസ്റ്റങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒത്തിരി നല്ല പാർട്ട്നേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ഒരു വീഡിയോ തരുമ്പോൾ ഞാൻ ഒരു കാര്യം എടുത്തു പറയാം. സ്പൈഡർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉള്ള ഒരു അപ്ഡേറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, സ്പൈഡറിൻ്റെ ബാറ്ററിക്ക് ഞാൻ വെച്ചിരിക്കുന്ന എല്ലാ സൈറ്റിലും അവർ പുതിയൊരു ഡിവൈസ് അവരുടെ R&Dയിൽ അവർ ഒരു കുറച്ചൊരു ബെറ്റർമെൻറ്റ് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. ഒരു പുതിയ ഡിവൈസും കൂടെ കണ്ടു ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ആക്റ്റീവ് ബാലൻസ് കൂടെ ഉള്ള ഇതിനു മുമ്പ് ആക്റ്റീവ് ബാലൻസ് ഇല്ലായിരുന്നു. അത് മാത്രമായിരുന്നു ഇതിൻ്റെ കുറവ്. സെൽ ലെവലിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും തരാനുള്ള ഒരു സംഭവം ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. സാധാരണ രീതിക്ക് നമുക്ക് ബാറ്ററികൾ 2 രീതിയിൽ സാധാരണ സെറ്റ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഹൈബ്രിഡ് ആണെങ്കിലും നമ്മൾ ഡേ ടൈമിൽ ഉപയോഗിച്ച് 100% നിറച്ച് കഴിഞ്ഞിട്ട് ഈവനിങ് ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്കിത് ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.